ചെറിയൊരു കറപ്പായിരുന്നു. ആനക്കൂടൊക്കെ പോയി കാണാൻ പോയി. ആനക്കുട്ടി കയറി കുഞ്ഞുങ്ങളെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ആട്ടി. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളോട് എൻജോയ് ചെയ്തു. ശ്രീക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ശ്രീക്കുട്ടിയും കൂടി ഇരുന്ന് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാർക്കും ഇതെല്ലാം ഉണ്ട്. എല്ലാവരും വരണം, വന്ന് എൻജോയ് ചെയ്യണം. പിന്നെന്താ, ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടി. രണ്ടുപേരും മാറി തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലിലൊക്കെ ആടി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഇതാണ് ആനയുടെ അസ്ഥികൂടമാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാം. ഞങ്ങൾ ഊഞ്ഞാൽ പിന്നെ ശ്രീക്കുട്ടിക്ക് പിന്നെ ആണെന്ന് പറഞ്ഞ് പിന്നെയും വന്ന് ഊഞ്ഞാലിലൊക്കെ വന്ന് ആടി. കുറച്ച് നേരം ഇങ്ങനെ ഊഞ്ഞാലിലായിരുന്നു പ്രയോഗം. രണ്ടുപേരും ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങത്തില്ല. ഫസ്റ്റ് ഒത്തിരി പാടുപെട്ടു. പിടിക്കുകയും വേണ്ട, ഒരാൾക്കങ്ങ് പേടി. പിന്നെ അതിന് കുറച്ച് ഫുഡ് കഴിക്കണം തോന്നി. അന്നേരം വേറെ ഫുഡ് കഴിക്കാൻ കയറി. ചില ഫുഡ് നല്ല ഫുഡൊക്കെയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. ഒരു ശ്രീക്കുട്ടിക്ക് ചോറും മതി എന്നാണ് പറയുന്നത്. ചോറും നമ്മുടെ കൊഞ്ച് ഫ്രൈ അതൊരു ശ്രീക്കുട്ടി മേടിച്ച് കഴിച്ചു. കുഞ്ഞുങ്ങളും കഴിക്കുന്നുണ്ട് നല്ലപോലെ, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാനന്നേരം എന്തൊരു ചപ്പാത്തി ഒരു ബീഫ് ഫ്രൈയും വാങ്ങി. എന്നിട്ട് ഞാനും അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയി. പിന്നെയും ഫോട്ടോയൊക്കെ എടുത്ത് ഊഞ്ഞാലിരിക്കുന്ന ഫോട്ടോ എടുത്തു. പിന്നെ മാറി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞില്ല. പിന്നെയും ഫോട്ടോ എടുത്തുകൊണ്ടേയിരുന്നു. പിന്നെന്താ പറയുക, നല്ല സുന്ദരമായ സ്ഥലമാണ് കേട്ടോ ആനക്കൂട്. കോന്നി ആനക്കൂട് എക്കോ ടൂറിസം അറിയാമോ എല്ലാവർക്കും? ഉള്ളിൽ കയറി ആനയുടെ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്തു. പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. കുഞ്ഞുങ്ങൾക്ക് അവരെയും കൂടെ കൊണ്ടുപോയി എല്ലാ ഫോട്ടോസും എടുപ്പിച്ച്. അവർക്ക് ആനയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പേടിയുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു പ്രതിമയുടെ ആ പ്രതിമയുടെ അടുത്ത് കൊണ്ട് നിർത്തി കാണിച്ച് പേടിയൊക്കെ മാറ്റി. ശ്രീക്കുട്ടിയും കൂടെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പ്രതിമയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. പ്രതിമയാട്ടോ ആനയുടെ. കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. പിന്നെ ഒരു ആനക്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായി, ഒരു ഫോട്ടോസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഫാമിലിയായിട്ട് എടുത്ത്. പിന്നെ ആനയുടെ അസ്ഥികൂടം കണ്ടിട്ടുണ്ടോ? ഇതാണ് ആനയുടെ അസ്ഥികൂടം. കണ്ടോ? അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ കണ്ടോ? കൊമ്പൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ ആനയുടെ അസ്ഥികൂടം. കാലൊക്കെ വീണ് കൊച്ച് എല്ലാം കണ്ടോ? പക്ഷേ ആനയെ നോക്കുമ്പോൾ എന്ത് വലുതാ. ശ്രീക്കുട്ടിക്കും കൗതുകമായിപ്പോയി, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. പിന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങി. ആനയെ കാണാൻ ഇറങ്ങിയപ്പോൾ ആന നമ്മുടെ കൃഷ്ണ, അതിൻ്റെ പേരപ്പോൾ ഇരിക്കുന്ന ആനയുടെ പേര് കൃഷ്ണ കേട്ടോ. 13 വയസ്സേ ഉള്ളൂ ആനയ്ക്ക്. എന്നിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് ചെറിയ ഞങ്ങൾ